ഈ ഹജ്ജ് കർമ്മങ്ങൾ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. മുഴുവൻ കർമ്മങ്ങളും പൂർത്തിയാക്കി ഹാജിമാർ മിനയോട് വിട പറഞ്ഞതോടെ ഈ വർഷത്തെ ഹജ്ജിന് സമാപനമായി. ഇനി നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുന്നോടിയായുള്ള വിടവാങ്ങൽ തുവാഫിലാണ് തീർത്ഥാടകർ. ഈ വർഷത്തെ ഹജ്ജിനെത്തിയ 1.25 ലക്ഷം ഇന്ത്യൻ ഹാജിമാരിൽ ആരോഗ്യ പ്രയാസങ്ങളാൽ മരണപ്പെട്ടത് 40-ലേറെ പേരാണ്. ലബ്ബൈക്ക് വിളികൾ മിനായിൽ നിന്നും മടങ്ങുകയാണ്. 17 ലക്ഷത്തിലേറെ തീർത്ഥാടകർ കർമ്മങ്ങൾ പൂർത്തിയാക്കി മടങ്ങി. ജംറയിലെ അവസാന കല്ലേറ് കർമ്മങ്ങളും തീർത്തവർക്ക് ഇനിയുള്ളത് വിടവാങ്ങൽ തവാഫാണ്. അതായത് കഅബക്കരികിലെത്തി മക്കയോട് വിട പറയുന്ന അവസരത്തിന് ദൈവത്തോട് നന്ദി പറയുന്ന കർമ്മം. ഇന്നലെ രാത്രിയോടെ ഭൂരിഭാഗം ഹാജിമാരും മിനായിൽ നിന്നും മടങ്ങിയിരുന്നു. നല്ല സംതൃപ്തിയുണ്ട്. എല്ലാ കാര്യങ്ങളും റാഹത്തായി ചെയ്യാൻ പറ്റില്ല. അടുത്ത 3 ദിവസം ഹറമിൽ കനത്ത തിരക്കുണ്ടാകും. മലയാളി ഹാജിമാർ ഓരോ സംഘങ്ങളായെത്തി വിടവാങ്ങൽ തവാഫും പൂർത്തിയാക്കും. ഒരു ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് ടയർഡ്നെസ് തോന്നുന്നില്ല. കാരണം മുൻകാലങ്ങൾ ഇതിലും കഷ്ടപ്പെട്ട് ഹജ്ജ് ചെയ്ത ഒരു സമൂഹമാണ് നമ്മളെ പൂർവികരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോഴുള്ള സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ ഇബാദത്തുകൾ ആ സമയം പോലും നമുക്ക് നഷ്ടപ്പെടില്ല ചെയ്യേണ്ടത്. അത് കൂടുതൽ ഇബാദത്തുകളും കൂടുതൽ പ്രാർത്ഥനകളായി മുഴുകാൻ പറ്റുന്നുള്ളതിനാണ് ഒരു സന്തോഷമുള്ള കാര്യം. ജൂൺ 2 മുതലാണ് ഇന്ത്യൻ ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങുക. മദീന സന്ദർശനം പൂർത്തിയാക്കാത്തവർ 8 ദിനം അവിടെ കഴിഞ്ഞാകും മടങ്ങുക. മുഴുവൻ കർമ്മങ്ങളും പൂർത്തിയാക്കി മിനായിൽ നിന്നും ഹാജിമാർ മടങ്ങുകയാണ്. അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും കൂടാതെ ഒരു ഹജ്ജ് കാലം കൂടി ഇവിടെ പൂർത്തിയാകുന്നു. മിനായിൽ നിന്നും സാബിത് സലീമിനൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1.